ഡയറക്റ്റ് ചെയ്ത മെയിൻലി കഥ എഴുതുന്ന ഒരു സിനിമ ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടില്ല, നെക്സ്റ്റ് ഇയർ മെയിൻ്റെ ഉള്ളിൽ പറഞ്ഞത് അത് അനൗൺസ് ചെയ്യാനാണ്. അല്ല, ഇന്നത്തെ ദിവസം ഇതിക്ക് മുൻപ് ഈ സിനിമ വരുന്നുണ്ട് എന്നുള്ളൊരു ചർച്ചകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ലൂസിഫർ എന്ന ഈ ചിത്രം വളരെ നാളുകളായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്, അനൗൺസ്മെന്റുകൾ വന്നിട്ടുണ്ട്. അത് ലാൽ സാർ അഭിനയിക്കുന്നു, പൃഥ്വിരാജൻ ഡയറക്റ്റ് ചെയ്യുന്നു, മുരളിയേട്ടൻ അത് എഴുതുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ലാൽ സാറിന്റെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ നടത്തുന്നത്. അതാണ് ഇന്നത്തെ ഒരു മീറ്റിങ്ങിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വളരെ ദിവസങ്ങളായിട്ട് കാര്യം അതിൻ്റെ ഒരു കഥ സംസാരിക്കുകയും എങ്ങനെ ആയിരിക്കണം അതിൻ്റെ മുമ്പോട്ടുള്ള യാത്രകളെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു 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 തീരുമാനിക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്തിരുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഇതിൻ്റെ കഥ ചർച്ചകളുമായിട്ട് വീണ്ടും മുമ്പോട്ട് പോകുന്നു. വരുന്ന വർഷത്തിൽ ഒരു മെയ് മാസത്തോടു കൂടിയിട്ട് ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്ന ഒരു സിനിമയാണ്. എല്ലാവരും ഭയങ്കര ആഗ്രഹത്തോടെ, ഞാനുമൊക്കെ ഭയങ്കര ത്രില്ലായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ആശീർവാദിന്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹത്തോടെ ഞാൻ കാണുന്ന ഒരു ചിത്രമാണ്. ഞങ്ങള് ആദ്യത്തെ ദിവസം തന്നെ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പൃഥ്വിരാജൻ പറഞ്ഞത്, ആന്റണി, ലാലേട്ടനെ വെച്ച് സിനിമ ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഫാനാണ് ഞാൻ. അപ്പൊ എൻ്റെ അടുത്ത് മുരളിയേട്ടനും പറഞ്ഞത്, അതുപോലൊരു ഫാനാണ് ഈ സിനിമ എഴുതുന്നത് എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ഫാനായിട്ടുള്ള ആന്റണിക്ക് ആ സിനിമയിൽ സഹകരിക്കണമെന്ന് കൂടുതലായിട്ടുള്ളൊരു മോഹമുണ്ട്. അതിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ആന്റണി, എനിക്ക് ഇതിന്റെ റെമ്യൂണറേഷൻ അല്ല, എനിക്ക് ആഗ്രഹമുള്ള പോലെ ഈ സിനിമ ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ നിൽക്കണമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് അല്ല, അത് വരുന്ന 2018 റിലീസ് ചെയ്യുന്ന പോലാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊരു തീരുമാനം പറയാൻ പറ്റില്ല. കാരണം ആ സിനിമയുടെ ബാക്കി വലിപ്പത്തിനെ ആശ്രയിച്ചിട്ടായിരിക്കാം അതിന്റെ ഉള്ളിൽ ഞങ്ങളുടെ ചർച്ചകളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഒരു വർഷം കഴിഞ്ഞ് തുടങ്ങാൻ പോകുന്ന ചിത്രമായതുകൊണ്ട് മുൻകൂട്ടി എല്ലാം പുറത്തേക്ക് പറയാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ട്. അതല്ലേ ചിത്രത്തിന്റെ ഒരു കഥാസാരോ? അതെ ചേട്ടാ, അത് അറിയാലോ. നമ്മളൊരു സിനിമയുടെ കഥയുടെ എന്തെങ്കിലും ഒരു രൂപം പറഞ്ഞാൽ വൈകി തുടങ്ങാൻ പോകുന്ന ചിത്രമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രിയുടെയും ഒരു കാര്യമാണ്. മറ്റുള്ള ആൾക്കാർക്ക് അതുപോലെ ഒരു പ്രചോദനത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നമ്മളിങ്ങനെ പുറത്ത് പറയണ്ട എന്ന് തീരുമാനിച്ചു. ഒരു ഫാമിലി ഓറിയന്റഡ് അങ്ങനെ പറയാം. കുടുംബം അല്ല, കുടുംബ ചിത്രമായിരിക്കുമല്ലോ അല്ലേ? എങ്ങനെ എല്ലാം ഉണ്ടാകണം. സംവിധായകൻ പറയട്ടെ, എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന പോലുള്ള ഒരു ചിത്രമായിരിക്കണം. ഞാനിതിൽ അഭിനയിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ പറ്റി ഞാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല. ഒന്നാമത് എന്നേക്കാൾ വളരെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരാളെ എനിക്ക് ഇതിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ദൗത്യത്തിന് മുതിരണ്ടെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് ഫ്ലഷ് ഔട്ട് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു ആക്ച്വൽ പുട്ടിംഗ് പെൻ ടു പേപ്പർ, ഓരോ സീനും ഫ്ലഷ് ഔട്ട് ചെയ്ത് സിനിമയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് മുരളി ഞാനും എത്തിയിട്ടില്ല. അത് എത്തിക്കഴിയുമ്പോൾ ആണ് കാസ്റ്റിങ്ങിനെ പറ്റി ഡെഫിനറ്റീവായിട്ട് ആലോചിക്കുക. ഇപ്പോൾ ചില പ്രധാന കഥാപാത്രങ്ങൾക്ക് ചില മുഖങ്ങളുണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെ വരുമ്പോൾ വളരെ ഒബ്ജക്റ്റീവായിട്ട് കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലൊരു കഥാപാത്രം അഭിനയിക്കേണ്ടത് പൃഥ്വിരാജാണ് എന്ന് നമുക്ക് തോന്നിയാൽ ചിലപ്പോൾ ഞാൻ അഭിനയിച്ചേക്കാം. അത് ഞാൻ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ല. ആക്ച്വലി എനിക്ക് പറയേണ്ട കാര്യം വേറൊന്നാണ്. ഇത് ഇന്നിവിടെ നടക്കുന്ന ഈ ചടങ്ങിന് ഇത്ര ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടോ എന്ന് പോലും എനിക്കൊരു ചെറിയ സംശയമുണ്ട്. കാരണം ഇത് ലാലേട്ടന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ പോലും എന്നും പലതവണ നടക്കുന്നതാണ്. സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംവിധായകൻ കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്ന നടനെ കാണാൻ വരിക എന്ന് പറയുന്നത്. എനിക്ക് ഇന്നത്തെ മീറ്റിങ്ങിന് എനിക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ അനൗൺസ് ചെയ്തതിന് ശേഷം ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ ലാലേട്ടനെ കാണുന്നത്. അതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പക്ഷെ ലൂസിഫറിന്റെ അനൗൺസ്മെന്റിന് ശേഷം എന്തുകൊണ്ടോ പല സ്ഥലങ്ങളിലെ ഷൂട്ടിങ്ങും മറ്റു തിരക്കുകളും കാരണം നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഫോണിലൂടെയുള്ള സംവാദങ്ങളായിരുന്നു ആന്റണി പെരുമ്പാവൂരുമായിട്ട്. അപ്പോൾ ഇന്നാണ് എനിക്ക് നേരിട്ട് ലാലേട്ടനെ കാണാൻ സാധിച്ചത്. അപ്പോൾ എനിക്കിന്ന് ആക്ച്വലി
എൻ്റെ ഒരു ഫസ്റ്റ് ഡയറക്ടോറിയലിൻ്റെ ഒരു കിക്ക് ഓഫ് ഡേ എന്ന് പറയുന്നത് എനിക്ക് ഇന്നാണ്. കാരണം ലാലേട്ടനെ ഞാൻ ഇന്നാണ് കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഫോണിലൂടെ ലാലേട്ടനെ പോലൊരു ആക്ടർ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞ ഒരു വലിയൊരു കോൺഫിഡൻസിൽ നിന്നാണ് ഞാൻ ഈ സിനിമ ഞാൻ ചെയ്യുന്നു എന്ന് ഞാൻ കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ആക്ച്വൽ കിക്ക് ഓഫ് ആണ് ഇന്നത്തെ ദിവസം. പിന്നെ ഇതിൽ ഇങ്ങനൊരു വാർത്തയുടെ കൗതുകം എനിക്ക് മനസ്സിലാവും. ആ കൗതുകത്തിന് ഇത്രയും വാർത്താ പ്രാധാന്യം ഉണ്ട് എന്നും എനിക്ക് തന്നെ ബോധ്യമാവുന്നില്ല. അത് ഇവിടെ വന്ന് എത്തിച്ചേർന്നതിന് നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ്. രാജു കഥ പറഞ്ഞപ്പോൾ ലാലേട്ടൻ എത്രമാത്രം എക്സൈറ്റഡ് ആണ്. ലാലേട്ടൻ പൊതുവേ അങ്ങനെ വെറുതെ പടം ഏറ്റെടുക്കുന്ന ഒരാളല്ലല്ലോ. കഥ കൃത്യമായി കേട്ട് കഥ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യുന്ന ഒരാളാണല്ലോ. അത്രമാത്രം എക്സൈറ്റഡ് ആയിട്ടുണ്ട്. കഥയിലുപരി ഇവർ രണ്ടുപേരുടെയും നല്ലൊരു സുഹൃത്താണ് ഞാൻ. ഇവർ രണ്ടുപേരുടെയും അച്ഛൻ സുഖേട്ടനായിട്ട് ഒക്കെ വളരെയധികം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. രണ്ടുപേരും സിനിമയെ വളരെ നല്ല രീതിയിൽ കാണുന്നവരാണ്. അങ്ങനെ ഒരു ആഗ്രഹം, എനിക്കൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് ഡിലേ ചെയ്യേണ്ട ഒരു കാര്യം കണ്ടില്ല. മാത്രമല്ല പൃഥ്വിരാജ് പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഒരു ഡയറക്ടോറിയൽ ഒരു ടച്ച് എനിക്കുണ്ട്, ഐ വോണ്ട് ടു ഡയറക്റ്റ് എ മൂവി. തീർച്ചയായിട്ടും അപ്പോൾ നമ്മളെ അതിൽ തിരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കാം. ഞാനിപ്പം ഒരുപാട് ആക്ടേഴ്സിൻ്റെ കൂടെയുള്ള ഡയറക്ടേഴ്സ്, ഇപ്പോൾ വേണു നാഗവല്ലി അല്ലെങ്കിൽ ബാലചന്ദ്രൻ, പിന്നെ നെടുമുടി വേണു, അവരൊക്കെ ആക്ടേഴ്സായിട്ട് ഡയറക്റ്റ് ചെയ്തു. പക്ഷെ ഇത്രയും ഒരു യങ് ജനറേഷനിൽ നിന്ന് ഒരു ആക്ടർ, സീനിയർ ആക്ടർ സിനിമ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം. അപ്പോൾ എപ്പോഴും ആദ്യം നടക്കുന്ന ഒരു സംഭവത്തിന് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ പൃഥ്വിരാജും അല്ലെങ്കിൽ മുരളിയും ആൻ്റണിയും പറഞ്ഞ അതേ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. ആ ചിത്രം തീർച്ചയായിട്ടും അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു നല്ല ചിത്രം കൊണ്ടുവരിക എന്നുള്ളത്. ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കാണുന്നത് എന്താണ്? ഈ ഒരു കോമ്പിനേഷൻ തന്നെ ആയിരിക്കാം. കാര്യം എന്നറിയോ, ഒരു മുരളി എന്ന് പറയുന്ന റൈറ്റർ, പൃഥ്വിരാജ്, ഇവരാരും അങ്ങനെ ഒരു പൃഥ്വിരാജിന് ഏറ്റവും നല്ലൊരു സമയത്ത് തന്നെ ഒരു പടം ഡയറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നു. ചിത്രത്തിന്റെ പ്രത്യേകത ഇനി സിനിമയിൽ കൂടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ മുരളിക്ക് പറയാം. അത് മലയാളത്തിലെ ഏറ്റവും സെലിബ്രേറ്റഡ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നതാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനെ വെച്ചൊരു സിനിമ എഴുതുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഒരു എഴുത്തുകാരൻ. അപ്പോൾ എനിക്ക് അതെൻ്റെ ഒരു ഡ്രീം കം ട്രൂ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ രാജു ചെയ്യുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് വൈബുള്ള ഒരാളാണ് രാജുവും ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ലാലേട്ടൻ്റെ ഒരു പടം ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ് ആൻഡ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. We hope we live up to it. ശ്രീനാഥിനെന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യില്ല എന്ന് പറയുന്നത്. സിനിമ നമ്മളങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അത് ആവശ്യപ്പെടുന്ന പോലെ തന്നെ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. ഇങ്ങനത്തെ ഒരു ത്രൂ വന്നൊരു സിനിമ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഏറ്റവും നല്ല സമയത്ത് ലാൽ സാറിനെ വെച്ചിട്ട് ഒരു ശരിക്കും 4-5 മാസത്തോളം മാറ്റി വെച്ചിട്ട് ഈ പടത്തിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് വരുമ്പോൾ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ള താല്പര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പൃഥ്വിരാജ് ഒരു പുതിയ സിനിമയായിട്ടൊന്നും കമ്മിറ്റ് ചെയ്യാതെ ഇതിലേക്ക് വേണ്ടി ഒരുപാട് സമയം മാറ്റി വെക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിനത് പറയാൻ കഴിയാത്തത് ഒരു ബഡ്ജറ്റ് എന്നുള്ള സാധനം ഞാൻ ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്. ഞാൻ എൻ്റെ വിശ്വാസം ഒരു സ്ക്രിപ്റ്റിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ആണ് ഒരു സിനിമയുടെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത്. അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു ഫ്ലഷിംഗ് ഔട്ട് നടക്കുന്നതാണ്. ഫൈനൽ കഴിഞ്ഞിട്ടാണ് ബേസിക് വൺ ലൈൻ ആയിട്ടുണ്ട്. ഇനി ഇതിന് ഫ്ലഷിംഗ് ഔട്ട് ഉണ്ട്. അതെ, ഫ്ലഷിംഗ് ഔട്ട് ആകുമ്പോഴാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ ബഡ്ജറ്റിങ്ങും ബാക്കി ഇതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എത്ര ഉണ്ടായിരിക്കും. പക്ഷെ എനിക്കുള്ളൊരു ഇത്ര ബഡ്ജറ്റിൽ ചെയ്യുന്ന പടം എന്നായിരിക്കില്ല ഇതിന്റെ ക്വാളിറ്റി. അതായിരിക്കില്ല ഇതിന്റെ ബഡ്ജറ്റ് ഒന്നും അല്ല. സിനിമ കണ്ടിട്ട് നല്ല സിനിമ ആവട്ടെ എന്നുള്ളതാണ്. എത്ര ബഡ്ജറ്റ് എന്നുള്ളതാണ്. മലയാളത്തിൽ മാത്രമാണോ അതോ മൊഴിമാറ്റത്തിന് സാധ്യതയുള്ള? ഇതിനകത്ത് മിക്കവാറും ഒരുപാട് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന ലൊക്കേഷൻസ് വേണ്ടിയാണ്. കഥ കേരളത്തിന്റെയാണ്, കേരളത്തിനുള്ളിൽ കേരളത്തിന്റെ മാത്രമായ കഥയാണ്. പക്ഷെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന ലൊക്കേഷൻസ് ഒരുപാട് വേണ്ടി വരും. ആ സെറ്റപ്പിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇതിന്റെ പ്രൊഡ്യൂസറിനും പ്രൊഡക്ഷൻ സെറ്റപ്പിനും ഏറ്റവും സൗകര്യം എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ട് വേണം കൃത്യമായിട്ട് ഇത് എവിടെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങളോട് പറയാം. വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? മേ ബി നോട്ട്. മലയാളത്തിൽ മാത്രമാണോ അതോ മൊഴിമാറ്റ സാധ്യതയുള്ളവർ ആ രീതിയിലുള്ള ഒരു ചിത്രം? ഞാൻ മലയാളത്തിലേ ചെയ്യുന്നുള്ളൂ. മറ്റേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡബിംഗ് ഇതല്ലേ, അതെനിക്കറിയില്ല. ഞാൻ മലയാളത്തിലാണ് ചെയ്യുന്നത്.
പോസിബിലിറ്റി ഉണ്ടായിട്ട് അതാണ്. Both Mohanlal sir and Prithviraj Iyengar, as in they have a huge fan base. So maybe for you is writing for the fan base a massive challenge? ഫാൻ ബേസ് നമുക്ക് ഒരിക്കലും ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു എക്സ്പെക്ടേഷൻ എന്തായാലും മലയാള കണ്ടിലെ ഏറ്റവും മാസീവ് ഫാൻ ബേസ് ഉള്ളൊരു സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ പ്രൈം ആക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫാൻ ബേസിനെ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഒരു ഫാൻ ഫീസ്റ്റ് മാത്രമായിരിക്കില്ല, ഒരു ബേസിക് ഒരു ക്രിയേറ്റീവ് ക്വാളിറ്റി ഉള്ളൊരു സിനിമ തന്നെ ആയിരിക്കും എന്ന് മാത്രമേ പറയൂ. ലാലേട്ടന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരിക്കും ഇത്. ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കാണെന്നാണ്, അല്ലെങ്കിൽ ഒരു നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒരു സിനിമയിൽ അങ്ങനെ പറ്റില്ല. തീർച്ചയായിട്ടും ഇത് ഒരു ഏറ്റവും നല്ല സിനിമയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ അതിന് ഡ്രീം പ്രോജക്റ്റിന്റെ മുകളിലാണ് അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. മുരളി ഗോപി, പൃഥ്വിരാജ് എന്നീ 2 ഫാക്ടേഴ്സ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇതിലോട്ട് അട്രാക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്ന്? എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്നു. അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞത് വേറെ എന്താ പറയാ, ഇതാണ് എൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ. ഇത്രയും നമുക്കൊരു വളരെ ചെറുപ്പം മുതലേ എനിക്കറിയാവുന്ന ആൾക്കാരാണ്. അവർ സിനിമയൊക്കെ വരികയും അവർക്ക് ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ അതാ പറഞ്ഞത്, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ഈ കഥയിലുള്ള തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളെ പറഞ്ഞല്ലോ, മുരളി പറഞ്ഞ പോലെ അതിനൊരു എസ്തെറ്റിക് സെൻസ് ഉണ്ടാകും, അതിനൊരു നല്ല സിനിമയായി മാറും, ആൾക്കാർ കാണാനുള്ള ഒരു സിനിമയാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറോ പരഫിനയിലോ വേണമെന്നൊക്കെ ഉള്ള തീരുമാനിച്ചിട്ട് അത് നല്ലൊരു സിനിമയാക്കി മാറ്റണം. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ എക്സൈറ്റ്മെന്റ്. നായികയെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, അവർക്കൊക്കെ ചില മുഖങ്ങൾ ഇന്ന ആളെ പോലെ നമുക്ക് ഇവരുമായിട്ട് സംസാരിച്ച് നോക്കാം, ആ സ്റ്റേജിലാണ്. ഈ ആശീർവാദിന്റെ നല്ല നല്ല പടങ്ങൾ വരികയാണല്ലോ. ഏതാണ് ആന്റണിയുടെ അടുത്ത പ്രൊജക്റ്റുകൾ, ഏതൊക്കെയാണ് പൈപ്പ് ലൈനിലുള്ളത്? ഇതും ഒരു വലിയ പ്രോജക്റ്റ് ആയിരിക്കുമല്ലോ. വേറെയും പ്രോജക്റ്റ് എല്ലാ പ്രോജക്റ്റുകളും വലുതാണ്. എല്ലാ പ്രോജക്റ്റുകളും വലുതാണ്, എല്ലാം ഭയങ്കര ഡ്രീം തന്നെയാണ്. ആശീർവാദ് ഈ വർഷവും വരുന്ന വർഷവുമായിട്ട് 5 ചിത്രങ്ങൾ നിർമ്മിക്കണം എന്നുള്ള ഒരു കാര്യവുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. അതില് ആദ്യമായി തുടങ്ങാൻ പോകുന്ന ചിത്രം ലാൽ ജോസ് ആദ്യമായിട്ട് ലാൽ സാറിനെ വെച്ച് ചെയ്യുന്ന ചിത്രമാണ്. അതോടൊപ്പം തന്നെ ജീത്തു ജോസഫ്, പ്രണവ് ലാൽ സാറിന്റെ മകനെ വെച്ച് ചെയ്യുന്ന ചിത്രം തുടങ്ങുന്നു. പിന്നെ ഒടിയൻ എന്ന് പറഞ്ഞ ചിത്രം ജൂൺ മാസത്തിൽ ചിത്രീകരിച്ചത്. പിന്നീട് വരുന്ന വർഷത്തെ നമ്മുടെ ചിത്രമാണ് ലൂസിഫർ. പിന്നെ വരുന്ന വർഷം തന്നെ നമ്മൾ ചിന്തിക്കുകയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് രഞ്ജി പണിക്കർ തിരക്കഥ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം. ഇങ്ങനെ 5 ചിത്രങ്ങളുടെ പുറകിലാണ് പഞ്ചവത്സര പദ്ധതി. അതെ. അല്ല, പഞ്ചപദ്ധതി 1 വർഷം കൊണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.